നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അംഗത്തിനിറങ്ങും മുൻപേ തന്നെ UDF പാളയത്തിൽ പടയൊരുക്കം തുടങ്ങി. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായെന്നാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇല്ലെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. മുല്ലപ്പള്ളിയെ തള്ളി മുസ്ലിം ലീഗും രംഗത്തെത്തി. മുതിർന്ന നേതാക്കൾ തള്ളിയതോടെ എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് മുല്ലപ്പള്ളി ഇന്നു പറഞ്ഞത്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാട് ഉമ്മൻചാണ്ടി അല്പം മയപ്പെടുത്തി. ഹൈക്കമാൻഡ് പ്രതിനിധി മുകുൾ വാസ്നിക്കും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന സൂചന നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞതുമില്ല. ഇതിനിടെ മൂന്നാം ലോക്സഭാ സീറ്റിനായി നേതൃത്വത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി യൂത്ത് ലീഗും സജീവമായി രംഗത്തുണ്ട്. ആ കടുത്ത നിലപാട് കുഞ്ഞാലിക്കുട്ടി മയപ്പെടുത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഇങ്ങനെ നീങ്ങുകയാണ് UDF രാഷ്ട്രീയം. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായോ? FB പോളിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. 1 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ താല്പര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കാനാണ് എന്ന് വലിയ താല്പര്യമുള്ള ഒരാൾ നിയമസഭാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ACC ജനറൽ സെക്രട്ടറിയാണ്, അത് മറക്കുന്നില്ല. ആന്ധ്രയുടെ ചാർജും മറ്റുമുണ്ടായിരുന്നു, തെലങ്കാന, ഇതൊക്കെയുണ്ട്. പക്ഷേ പൊടുന്നനവേ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായി വരുന്നത് ഉമ്മൻചാണ്ടിയുടെയാണ്. ഏതാണ്ട് അത് ഉറപ്പിക്കാവുന്ന വിധം വളരെ സ്വാഭാവികമായി വരുന്നതാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണോ? എന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യങ്ങളും സാധ്യതകളും താങ്കൾ നോക്കുമ്പോൾ? ശരത്ത്, ഇതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ AICC ജനറൽ സെക്രട്ടറി ആക്കുന്നു. സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം 1ാമത്തെ ജനറൽ സെക്രട്ടറിയാണ്. ആന്ധ്രയുടെ ചുമതലയുണ്ട്. അപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിലോട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് മെല്ലെ പറിച്ച് നടപ്പെടുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇനി ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു 3 വർഷത്തോളം അല്ലെങ്കിൽ ഏതാണ്ട് അത്രയും ഒരു കാലഘട്ടം വേണ്ടി വരും. ഇപ്പോൾ വളരെ നിർണായകമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം 8-10 അല്ല 10-12 MPമാരെ പിന്നെ UPAക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ലഭിക്കാവുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഓരോ സീറ്റുകളും നന്നായി മത്സരിക്കണം. ഇടുക്കിയൊക്കെ കോൺഗ്രസിന് ജയിക്കാവുന്നതല്ല, UDFന് ജയിക്കാവുന്നതാണ്. കഴിഞ്ഞ തവണ എന്തുകൊണ്ടാണ് അവിടെ തോറ്റെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ ഒന്നുകിൽ ഇടുക്കിയിൽ അല്ലെങ്കിൽ കോട്ടയത്തിലെ മറ്റൊരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളത് അതിന് ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്, ഞാൻ നേരത്തെ ഒരിക്കലും ഉമ്മൻചാണ്ടിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തുടരുക എന്നതിനപ്പുറത്ത് ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന് അങ്ങനൊരു താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിലാണ് നീങ്ങുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് അറിയാമായിരുന്നു പ്രിയങ്ക വരുമെന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് ഒരു മാസ്റ്റർ സ്ട്രോക്ക് പോലെ പ്രിയങ്കയെ കൊണ്ടുവരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചില ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. അദ്ദേഹം 40 വയസ്സിന് താഴെയുള്ള ഒരു മതി എന്നൊരു ആലോചനയുണ്ട്. അതൊക്കെ മാറി പരിചയസമ്പത്തും ചെറുപ്പവും കൂടെ ഒരു മിക്സ്, അതാണ് ഇപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അതനുസരിച്ചിട്ട് ഉമ്മൻചാണ്ടി പോവുകയാണെങ്കിൽ ഒരുപക്ഷേ കേരളത്തിൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായേക്കാം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. അടുത്ത ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ കുറേ കൂടെ മറ്റൊരു ചിത്രം ഉരുത്തിരിഞ്ഞ് വരുന്നത് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. എനിവേ, എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വളരെ സജീവമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് KPCC പ്രസിഡന്റ് താല്പര്യമുണ്ട്, ഹൈക്കമാൻഡിൽ ചിലർക്ക് താല്പര്യമുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനൊരു ആവശ്യം വരികയാണെങ്കിൽ, ആ ആവശ്യം എന്ന് പറയുമ്പോൾ ശരത്ത് ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം, ആഗ്രഹം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ അത് പാടെ നിരസിക്കുകയാണെങ്കിൽ, ഉമ്മൻചാണ്ടി പണ്ട് അങ്ങനെ പല ഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്, അത് ഇത്തവണ നിരസിക്കുകയാണെങ്കിൽ അത് മറ്റു ചില സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഇടവരാം. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം അത് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ആവശ്യം വരികയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കും. അതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെന്ന് എനിക്ക് വരും. പക്ഷേ അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് പോകാൻ അത്ര താല്പര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിശ്ചയമായി അത് അസ്വാഭാവികതയ്ക്കപ്പുറം ശ്രീ സണ്ണിക്കുട്ടി, അതൊരു സ്വാഭാവിക രാഷ്ട്രീയ കൗതുകവും രാഷ്ട്രീയ അന്വേഷണവും അതിലടങ്ങിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം വെച്ച് തന്നെ ആ ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കാതെ ഹൈക്കമാൻഡ് ആലോചിച്ചാൽ പറഞ്ഞാൽ എന്ന മട്ടിൽ അഭിപ്രായപ്പെട്ടത്. അതോടുകൂടി കുറെ കൂടി അത് ഓപ്പണായി. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ,
ഉമ്മൻചാണ്ടിയുടെ മത്സരം എന്നുള്ളത് ഉറപ്പിച്ചോ? അങ്ങനെയാണെങ്കിൽ പുള്ളി ഹൈറേഞ്ച് കയറുമോ, അതോ മാണി ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് കോട്ടയം കടമെടുക്കുമോ, അതോ ശിഷ്യനായ ആന്റണിയെ മാറ്റി നിർത്തി പത്തനംതിട്ട മത്സരിക്കുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ സ്കോപ്പുണ്ട്. നേരത്തെ പോലും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഹൈക്കമാൻഡിനോട് കലഹിക്കാൻ തീരുമാനങ്ങളുടെയും സ്വന്തം നിലപാടുകളുടെ പേരിൽ മടി കാട്ടാത്തയാളാണ് ഉമ്മൻചാണ്ടി. ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ വഴങ്ങാൻ അദ്ദേഹം തയ്യാറാകുന്നു. 5 വർഷം പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പരാജയപ്പെട്ട് ഭരണം ഒഴിഞ്ഞതെങ്കിലും അതിൻ്റെ ഒരു ആഘാതവും ഇപ്പോഴും പേറുന്നയാളാണ് അദ്ദേഹം. കാരണം വികസനം വീണ്ടും ഒരു അധികാരം കൊണ്ടുതരുമെന്ന് നന്നായി അദ്ദേഹം അന്ന് ധരിച്ചിരുന്നു 2016-ൽ. പക്ഷേ ഒരുപാട് ആക്ഷേപങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരു മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നതിൻ്റെ ഒരു വൈമനസ്യം അദ്ദേഹത്തിന് നിലനിൽക്കുമ്പോഴാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറേണ്ടി വരുന്നത്. ഈ ഘടകങ്ങളെല്ലാം വെച്ചാലും ഉമ്മൻചാണ്ടിയുടെ ഇത്തവണത്തെ മത്സരം ഉറപ്പാണോ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കണ്ണിലൂടെ കാണുമ്പോൾ? ശ്രീ ഉമ്മൻചാണ്ടി മുമ്പ് പലപ്പോഴും ഹൈക്കമാൻഡിനെ ധിക്കരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ വലിയ ജീവൻ മരണ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഓരോ സീറ്റും പ്രധാനമാണ്. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി അല്ല ഡീൻ കുര്യാക്കോസ് മത്സരിച്ചാലും ജയിക്കുന്ന നമുക്കറിയാം. അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഉമ്മൻചാണ്ടി ടീമാണ് കേരളത്തിൽ മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് വലിയൊരു ആവേശം. അതെ, കഴിഞ്ഞ തവണ തോറ്റ ഡീൻ ഇത്തവണ ജയിക്കാം, ഡീൻ മത്സരിച്ചാൽ ജയിക്കും. ഞാനതുകൊണ്ട് പറഞ്ഞതല്ല. അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഇന്നുള്ളത്. ശ്രീ സണ്ണിക്കുട്ടി അതിവിടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. അന്നത്തെ സാഹചര്യമൊക്കെ വല്ലാതെ മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. മറ്റു പല കാര്യങ്ങളുണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി തന്നെ വേണം ഇടുക്കിയിൽ മത്സരിക്കാൻ, അല്ലെങ്കിൽ കോട്ടയത്ത് മത്സരിക്കാൻ, പത്തനംതിട്ടയിൽ മത്സരിക്കാൻ നിർബന്ധമില്ല. ഉമ്മൻചാണ്ടി അല്ല മറ്റാരും മത്സരിച്ചാലും ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞ ഏത് സീറ്റിൽ മത്സരിച്ചാലും, ചാലക്കുടിയിലോ എറണാകുളത്തോ മധ്യ കേരളത്തിലെ ഏത് സീറ്റിൽ മത്സരിച്ചാലും അദ്ദേഹത്തിന് ജയസാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജയസാധ്യത മാത്രമല്ല, അദ്ദേഹം നയിക്കുന്ന ഒരു മുന്നണിയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു സീരിയസ്നെസ് വർദ്ധിക്കും. മാത്രമല്ല, മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ടീം ഇന്ത്യൻ ആളുകളാണ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രസക്തി, ഒരു പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, KPCC പ്രസിഡൻ്റല്ല, UDF കൺവീനറല്ല, ഒന്നുമല്ല. അതേസമയത്ത് അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. ആന്ധ്രയുടെ ചുമതല അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ കേന്ദ്രത്തിലാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിരസിക്കാനോ നിരാകരിക്കാനോ സാധ്യമല്ല. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തന്നെ മത്സരിക്കേണ്ടി വരും. അതൊന്ന്. പിന്നെ ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കും? ഉമ്മൻചാണ്ടി എവിടെ മത്സരിച്ചാലും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഇപ്പോൾ വടകര മത്സരിച്ചാൽ പോലും ജയിക്കുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം അദ്ദേഹത്തിന് അത്രയും ഒരു ജനസ്വാധീനമുള്ള ആളാണ്. ഒരു പക്ഷേ സോളാറിനും സരിത പ്രശ്നത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിന് ചെറിയ ഒരു പകിട്ട് മങ്ങിയിട്ടുണ്ടാകാം. എങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പാർട്ടിക്കാർക്ക് ഏറ്റവും സമ്മതനായിട്ടുള്ള ആൾ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതിൽ ആ ഒരു സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ആറ്റിങ്ങൽ മത്സരിച്ചാലും ജയിക്കാം, വടകരയിൽ മത്സരിച്ചാലും ജയിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലമായതുകൊണ്ടാണ് ഞാൻ ഈ 2 മണ്ഡലങ്ങൾ എടുത്ത് പറഞ്ഞത്. ചാലക്കുടിയിൽ മത്സരിച്ചാലോ, തൃശ്ശൂർ മത്സരിച്ചാലോ, അതല്ല പത്തനംതിട്ടയിൽ മത്സരിച്ചാലോ, കോട്ടയത്താണെങ്കിൽ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ജയിക്കാം. കോട്ടയത്ത് വെറുതെ പേര് എഴുതി വെച്ചാൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്യാമെന്നും അതിലും എഴുതി വെച്ചാൽ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. ഒരു പ്രചരണം നടത്തുന്നതാണ്. അത്രയും സൗകര്യമാണ്. ശ്രീ മാണിയുടെ പാർട്ടിയുമായിട്ടുള്ള ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതെങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാം. മാണിക്ക് ഇടുക്കി കൊടുത്തിട്ട് ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിക്കാം, അല്ലെങ്കിൽ മാണിയെ കോട്ടയത്ത് തന്നെ നിർത്തിയിട്ട് ഉമ്മൻചാണ്ടിക്ക് ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ മത്സരിക്കാം. രണ്ടായാലും വ്യത്യാസമൊന്നുമില്ല. റൈറ്റ്. അതായത് ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ ജയശങ്കർ പറഞ്ഞതിലൊരു വാചകമുള്ളത് ഈ 2016-ലെ തോൽവിയോടടക്കം പകിട്ടുമങ്ങിയ അവസ്ഥയിൽ നിന്ന് ഒരു പ്രതാപത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് പൂർണ്ണമായ തോതിൽ മടങ്ങി വന്നിട്ടുണ്ടോ? അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് പ്രതിപക്ഷ നേതാവിന് പിന്നിൽ വളരെ സൈലൻ്റായി തന്നെയാണ് ഇടപെടുന്നില്ല എന്ന അർത്ഥത്തിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഉള്ള ഒരു നിൽപ്പാണ് 2016-ന് ശേഷം സ്വീകരിച്ചിട്ടുള്ളത്. ഈ സോളാറും ആക്ഷേപങ്ങളും ഇതെല്ലാം അവിടെ ഘടകമായി വരുന്നുമുണ്ടാകാം, അറിയില്ല. പക്ഷേ ഈ പുതിയൊരു സ്ഥാനാർത്ഥിത്വം എന്നത് അദ്ദേഹത്തിനും കോൺഗ്രസിനും ആ നിലയിൽ ഉണർവ് പകരുന്നതാകുമോ? ശരത്ത്, ഇത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ പകിട്ട് നഷ്ടപ്പെട്ടിരുന്നു, അദ്ദേഹം നഷ്ടപ്പെട്ട പ്രാഭവം നേടിയോ, അതൊക്കെ എത്രത്തോളം അങ്ങനത്തുള്ള ചർച്ചകൾ എത്രത്തോളം പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉമ്മൻചാണ്ടി അടുത്ത് നിന്ന് മനസ്സിലാക്കുമ്പോൾ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. അതൊന്നും ശരിയാക്കാൻ, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനൊന്നും അദ്ദേഹം മെനക്കെട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രവർത്തന രീതിയുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കെ
ഒരു സാധാരണ അംഗമായിട്ട് നിയമസഭയിൽ തുടരുകയും താങ്കൾ പറഞ്ഞതുപോലെ ഇടപെടേണ്ട അവസരങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നത്. ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ശ്രീ ജയശങ്കർ പറഞ്ഞല്ലോ എവിടെ നിന്നാലും മത്സരിച്ചാൽ ജയിക്കുക. എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല. ഇത് തിരുവനന്തപുരം കേരളത്തിലെ 20 സീറ്റിലെവിടെയും ആറ്റിങ്ങൽ എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പം അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയൊന്നും ഒരു റിസ്ക് ഉള്ള ഒരു മണ്ഡലത്തിലൊന്നും അദ്ദേഹം ആരും മത്സരിപ്പിക്കില്ല. വിജയസാധ്യതയുള്ള അടുത്തായിരിക്കും മത്സരിപ്പിക്കുക. ഇവിടെ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് ഹൈക്കമാൻഡോ അല്ലെങ്കിൽ KPC പ്രസിഡന്റോ ഒക്കെ ലക്ഷ്യമിടുന്നത് ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ, അതായത് ഉമ്മൻചാണ്ടിയാണ് ഒരു പ്രധാന സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ മൊത്തത്തിൽ മറ്റ് 20 സീറ്റുകളിലും അതൊരു പുതിയ ആവേശമായിട്ട് മാറും, അതൊരു ആളുകളെ ഇളക്കുന്ന ഒന്നായിട്ട് മാറും എന്നാൽ ആ ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ ഇടുക്കി ഒരു സാധാരണ എറണാകുളം പോലോ ഒന്നും ഉള്ളൊരു മണ്ഡലമല്ല. വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ സ്ഥലങ്ങളിലൊക്കെ എത്തുക. ഇവിടെയൊക്കെ പോകേണ്ടി വരുമല്ലോ. അവിടെ അതിന്മേൽ പേരെഴുതി വെച്ചുകൊണ്ടത് മാത്രം ഉമ്മൻചാണ്ടി ജയിക്കുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഒക്കെ പോകേണ്ടി വരും. അദ്ദേഹം കുറേയൊക്കെ ഇടുക്കിയിലേക്ക് അങ്ങ് കൺഫൈൻ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റ് 20 മണ്ഡലങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്രത്തോളം പ്രയോജനപ്പെടുത്താനാകുമെന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. അതൊക്കെ അവർ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് അദ്ദേഹം പോകുന്നു അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ അയക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഉമ്മൻചാണ്ടിയോട് അടുത്ത് നിൽക്കുന്നവർ, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ താല്പര്യമുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഉമ്മൻചാണ്ടിക്ക് ഇനി കേരളത്തിൽ അദ്ദേഹം ഒരു തവണയുടെ മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഏതു തരത്തിലുള്ളൊരു മുഖ്യമന്ത്രി ആയിരുന്നു അതുപോലെ ഒരു ടേം കൂടെ മുഖ്യമന്ത്രി ആയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ സ്ഥിതിയും അദ്ദേഹത്തിൻ്റെ പ്രായവും ഒക്കെ പരിഗണിക്കുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഏത് തരത്തിലുള്ളൊരു മുഖ്യമന്ത്രി ആയിരുന്നു കഴിഞ്ഞ തവണ, അതുപോലെ അത്തരത്തിലുള്ളൊരു മുഖ്യമന്ത്രിയായി വീണ്ടും 5 വർഷം ഇരിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള ഒരു കാര്യം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവിക പരിണതി എന്ന് പറയുന്നത് കേന്ദ്ര രാഷ്ട്രീയം തന്നെയാണ്. UPIക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു UP എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല. എന്താണെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിപക്ഷ ബദൽ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും തീർച്ചയായും ഉമ്മൻചാണ്ടിക്ക് കേന്ദ്രത്തിലൊരു കേന്ദ്ര മന്ത്രിസഭയിൽ ഭരണരംഗത്ത് ഒരു നല്ലൊരു സ്ഥാനം കിട്ടും. അദ്ദേഹത്തിന് അദ്ദേഹം ഒരിക്കലും കേരളം വിട്ടുപോകാൻ ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് യോഗത്തിന് പോയാലും വൈകുന്നേരത്തെ ഏതെങ്കിലും ഫ്ലൈറ്റിന് തിരിച്ചു പോരുന്നൊരു സ്വഭാവം. പക്ഷേ ഒരു സ്വാഭാവിക പരിണതിയാണ്. അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമാക്കിയിട്ട് നല്ലതാണ്. ആ വഴിക്കുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്മേൽ ഒരു തീരുമാനമൊന്നും ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ശരിയാണ്. ഞാൻ വരാം ശ്രീ സണ്ണിക്കുട്ടി. പക്ഷേ പതിവില്ലാത്ത വിധം KPCC പ്രസിഡന്റ് തന്നെ വളരെ പരസ്യമായി അത് പറയുന്നു. മുരളീധരൻ അത് പാർട്ടി KPCC തീരുമാനമാണെന്നുള്ള മട്ടിൽ അതിനോട് പ്രതികരിക്കുന്നു. മുകുൾ വാസ്നിക്ക് ഹൈക്കമാൻഡിൻ്റെ താല്പര്യക്കുറവൊന്നുമില്ല എന്ന നിലയിൽ ഇന്ന് സംസാരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി തന്നെ ഈ രൂപത്തിൽ മാറുന്നു. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, പക്ഷേ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തിരക്കുപിടിച്ചോടി നടക്കുന്ന കഴിഞ്ഞ തവണത്തെ ആ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ആ കാലത്ത് പോലും എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിൽ പോകാൻ കൃത്യമായി കണിശതയോടെ ഉറപ്പുവരുത്തുന്ന മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് അങ്ങനെ ഒരു പറിച്ചു നടൽ എന്ന് പറയുന്നത്. ഈ മത്സ്യത്തെ പിടിച്ച് കരയിലിടുന്ന പോലത്തെ ഒരു പ്രക്രിയ അതിനകത്തുണ്ട്. അതൊന്ന്. 2, ഇപ്പോൾ നേരത്തെ സണ്ണിക്കുട്ടി ആദ്യം പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ഒരു ഇക്വേഷൻ സെറ്റിൽ ചെയ്യലുണ്ടോ? കാരണം സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയും മത്സരിക്കുന്നു, KC വേണുഗോപാൽ മത്സരിക്കുന്നു, ഉമ്മൻചാണ്ടി ആൻ്റണിയെ പോലെയും K കരുണാകരനെ പോലെയും കേന്ദ്രത്തിലെ പൊളിറ്റിക്കൽ പോസ്റ്റുകൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ പ്രതിപക്ഷ നേതാവ് മാത്രമാകും. പക്ഷേ അദ്ദേഹം ഇന്നലെ രസകരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. KR മീരയൊക്കെ എഴുതിയ ഒരു വാചകമുണ്ട്. പിണറായി അധികം ഇനി മെനക്കെടേണ്ട പദ്ധതികൾ ഉണ്ടാക്കാൻ, കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആണുങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി ആയിക്കൊള്ളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനൊരു വാചകത്തിൽ ഇനി വേറെ ആണിനെയാണ് വരാൻ പോകുന്നതെന്നുള്ളൊരു അറം പറ്റുന്ന ചോദ്യമൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇടയിലുള്ളൊരു പൊളിറ്റിക്കൽ അലൈൻമെൻ്റ് ആണോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്, സംസ്ഥാന കോൺഗ്രസിലെ സംഘടനാ രീതികളൊക്കെ വെച്ച് നോക്കിയാൽ? അല്ല, അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇത് കാലത്തിനനുസരിച്ച് മാറണമല്ലോ. ശ്രീ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞ് കവിഞ്ഞു നിന്ന ആളല്ലേ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് അയച്ചു. അതുപോലെ ശ്രീ ആൻ്റണി കേരളത്തിൽ വളരെ കാലം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് അയച്ചു. പ്രതിരോധ മന്ത്രിയായി അദ്ദേഹം ശോഭിച്ചു. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായി തുടരുന്നു. അതുപോലെ അടുത്ത ഘട്ടമാണ് ഇനിയിപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ശ്രീ സണ്ണിക്കുട്ടി സൂചിപ്പിച്ച പോലെ പഴയ പോലെ അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യവും ഒരു ഘടകമാണ്. ഉമ്മൻചാണ്ടിക്കാണെങ്കിലും നമ്മൾ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യം കേട്ടുള്ള മുദ്രാവാക്യം ഉമ്മൻചാണ്ടി നേതാവെ ധീരതയോടെ നയിച്ചോളൂ എന്നുള്ളതാണ്. അന്നത്തെ ഉമ്മൻചാണ്ടി അല്ലല്ലോ ഇന്നത്തെ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്കും പ്രായമാവുന്നു. കാളിദാസനും കാലത്തിന് അതീതനല്ല എന്ന് പറഞ്ഞ പോലെ, കാലത്തിൻ്റെ ദാസനാണെന്ന് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയും
പ്രായം ബാധിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ പ്രായം, ആരോഗ്യം ഇതൊക്കെ ഘടകങ്ങളാണ്. ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പഴയ പോലെ ഓടിപ്പാഞ്ഞ് നടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞൊന്നും വരില്ല എന്നൊരു സൂചന തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഒരു തലമുറ മാറ്റത്തിന് സമയമാവുന്നു എന്ന് തന്നെയാണ് എൻ്റെ സൂചന. അതുമാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കോൺഗ്രസിന് ഒരു സീറ്റും തോൽക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് വളരെ ശക്തമായ രീതിയിൽ മത്സരം ഉണ്ടാക്കിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. ഇടതുമുന്നണിക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. BJP ആണെങ്കിലും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കോൺഗ്രസും BJP തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടുകയാണ്. ഡൽഹി അവിടെ പിടിക്കാൻ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന് നമ്മളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊരു റിട്ടയർമെന്റ് പോസ്റ്റ് പോലെ ആയിത്തീരും കേൾക്കുന്നവരുടെ മനസ്സിൽ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ KM മാണിക്ക് പിന്നാലെ നിയമസഭാംഗം എന്ന നിലയിൽ അരനൂറ്റാണ്ടിൻ്റെ ആ അപൂർവ റെക്കോർഡിലേക്കാണ് അദ്ദേഹവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കൂടിയാകും അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും രാഷ്ട്രീയ മാറ്റം, അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരു തീരുമാനമെടുത്താൽ സംഭവിക്കുക. കേരള നിയമസഭയിൽ നൂറ്റാണ്ടുകാലം അംഗമായിരുന്നു പറഞ്ഞാൽ അത്ര വലിയൊരു എന്താ പറയുക, ദേവേന്ദ്രൻ്റെ താഴത്തെ പോസ്റ്റൊന്നുമല്ല. നമ്മൾ ആ രീതിയിലൊന്നും ഉമ്മൻചാണ്ടിയെ ചുരുക്കി കാണിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോകണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ പോകട്ടെ. അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു ദിവസം പോലും അംഗമായിരുന്നില്ല എന്നിനി നാളെ വിമർശകന്മാർ പറയും ഇദ്ദേഹം വലിയ നേതാവായിരുന്നു, പക്ഷേ പുതുപ്പള്ളിക്കപ്പുറം അല്ലെങ്കിൽ കോട്ടയം, തിരുവനന്തപുരത്തിനപ്പുറം ഇദ്ദേഹത്തെ ആരും അറിയുമായിരുന്നില്ല, അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ദിവസം പോലും അംഗമായിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ആളുകൾ ആക്ഷേപിക്കാൻ പറയുന്നവർ പലതും പറയും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് നോക്കേണ്ടത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്താണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സേവനം ഡൽഹിയിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനം അഖിലേന്ത്യാ തലത്തിൽ ആവശ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേന്ദ്ര മന്ത്രിസഭയിൽ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പോകണം. പിന്നെ റിട്ടയർമെൻറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യസഭയുടെ പുറകുവായി കൂടി പോകുന്ന ആളുകളാണ്. അതായത് കണ്ണും കണ്ടുകൂടെ ചെവിടും കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് ആൾക്കാർ നമ്മൾ രാജ്യസഭയിലേക്ക് അയക്കും. ഉമ്മൻചാണ്ടിക്ക് ആ ഗതികളൊന്നും വന്നിട്ടില്ല. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ആണത്തമായിട്ട് ജയിച്ച് അദ്ദേഹം അധോമണ്ഡലം എന്ന് പറയുന്ന ഹൗസ് ഓഫ് പീപ്പിൾ ലോക്സഭയിൽ തന്നെ എത്തും. അതിൽ സംശയമൊന്നും വേണ്ട. അദ്ദേഹത്തിന് അങ്ങനെ രാജ്യസഭയുടെ ആനുകൂല്യമൊന്നും വേണ്ട നേതാവല്ല ശ്രീ ഉമ്മൻചാണ്ടി. ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ മുമ്പ് താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം, അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി ഓരോ സീറ്റും അത് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ അതിനപ്പുറം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകുന്ന കാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ടുകൂടി അതിനെ കാണാമോ? അതായത് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോകുന്നു, ആ ഒരു ഇപ്പോൾ മറ്റൊരു ശക്തനായ നേതാവായി ഉദയം പ്രാപിച്ച സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലൻ ലോക്സഭയിലാണ്. പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ ക്ലെയിം അതേപടി നിലനിർത്തുക. നേരത്തെ താങ്കൾ പറഞ്ഞതിൽ ഇതെല്ലാം ഓർമ്മ വരുന്ന നിലയിലുള്ള ഒരു പരിഗണന കൂടി കാണേണ്ടതുണ്ടോ? ശരത്ത്, ഞാനൊരു സ്വാഭാവിക പരിണതി എന്ന് പറഞ്ഞല്ലോ. അതായത് ഇത്രയും കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് വിളിക്കുന്നു, ആന്ധ്രയിൽ അദ്ദേഹത്തിനൊരു ദൗത്യം ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ഇനി മത്സരിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ, അല്ലെങ്കിൽ കേന്ദ്ര രാഷ്ട്രീയത്തിന് ഇപ്പോൾ ഈ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി ആണെങ്കിലും അദ്ദേഹം ഡൽഹിയിൽ പോവുകയോ AICC ഓഫീസിലൊക്കെ ഇരിക്കാറോ ചെയ്യാറില്ല. അദ്ദേഹം ആന്ധ്രയിൽ പോയി മടങ്ങി വരികയായിരുന്നു. അദ്ദേഹത്തെ പൂർണ്ണ സമയം അവിടെ വേണം. ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വവും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ BJP ഒരു ഇതര സർക്കാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിക്കായിരിക്കുമല്ലോ പ്രധാനമന്ത്രി സ്ഥാനം കിട്ടുക. അത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ആവും. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ യാതൊരു സംശയമില്ല, നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റും ഉമ്മൻചാണ്ടിക്ക് വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹം അർഹിക്കുന്ന വളരെ പ്രാധാന്യത്തോടു കൂടിയ ഒരു പദവി കിട്ടും. ഇപ്പോൾ അവിടെ KC വേണുഗോപാൽ സംഘടന ചുമതലയുള്ള ഒരാൾ എന്ന് അവിടെ ഉള്ളത് കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നില്ല. അദ്ദേഹം വളരെ താരതമ്യേന ചെറുപ്പക്കാരനാണ്. KC വേണുഗോപാലുമായിട്ട് ഞാൻ ഇന്നും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഉമ്മൻചാണ്ടിയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളാണ്. അവർക്കിനിയും ധാരാളം ഭാവിയുണ്ട്. A K ആന്റണി ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ നമുക്കറിയാം കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു, കേരളത്തിൽ മികച്ച പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇതൊന്നും സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ഒരു അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നില്ലെങ്കിൽ തന്നെ
ഇവിടെ ഇപ്പോൾ അടുത്ത ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരം വരികയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ ഉമ്മൻചാണ്ടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ചിത്രം ഒത്തിരി മാറാം. ഇനി ഒരു 2.5 വർഷത്തിലേറെ സമയമുണ്ട്. ചിത്രം ധാരാളമായിട്ട് മാറാം. ഞാൻ ചോദിച്ചോട്ടെ, നാളെ എന്തുകൊണ്ട് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നുകൂടാ? ഉമ്മൻചാണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ചോദിച്ചതും അതാണ്. ഈ കേരളത്തിൽ ഇത് ഇപ്പോൾ KC വേണുഗോപാൽ അവിടെ, ഉമ്മൻചാണ്ടി അവിടെ, ഇനി ഈ പിണറായി സർക്കാരിനെ മറിച്ചിട്ടാൽ തന്നെ മറ്റൊരാണായി ആര് വരുമെന്നൊരു ചോദ്യത്തിന് സ്പേസ് ഇല്ലാത്ത വിധം ഈ രീതിയിലൊരു ആലോചനകൾ ഉണ്ടോന്നായിരുന്നു. ഉമ്മൻചാണ്ടി അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇവർക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാൻ യാതൊരു സ്കോപ്പുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ ഈ പിണറായി സർക്കാരിനെ മറിച്ചിടൽ പോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് രമേശ് ചെന്നിത്തല ഇവിടെ പ്രതിപക്ഷ നേതൃ സ്ഥാനത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വിമർശനമുള്ളവരുണ്ടാകും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്തായാലും അവരുടെ പാർട്ടിക്കുള്ളിൽ വളരെ ഒരു സേഫ് സോണിൽ തന്നെയാണ്, വളരെ കംഫർട്ടബിളായ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഞാനത് അടിവരയിട്ട് പറയുന്നു. അവരുടെ പാർട്ടി സംവിധാനത്തിൽ അദ്ദേഹം ഇപ്പോൾ കംഫർട്ടബിളായിട്ട് നിൽക്കുക. ഇപ്പോൾ നമുക്ക് നാളെ ഒരു ചെറുപ്പക്കാരനെ ഒരാൾ അങ്ങനെയല്ലേ, ആന്റണി അങ്ങനെയല്ലേ വന്നത്? കരുണാകരൻ പോയപ്പോൾ ആന്റണി ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് ഒരു വൈകുന്നേരം ഇവിടെ എത്തുകയല്ലേ ഉണ്ടായത്. അപ്പോൾ വേണമെങ്കിൽ നാളെ KC വേണുഗോപാലിന് അത്തരത്തിലുള്ള ഒരു ദൗത്യം വേണമെങ്കിൽ ഏൽപ്പിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞത് 2.5 കൊല്ലം കിടക്കുകയാണ് കേരള രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുന്നതിന്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മുരളി ഇവിടെയുണ്ട്. മുരളിക്ക് പ്രചരണ വിഭാഗം തലവൻ എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ KPC പ്രസിഡന്റ് ആയിരുന്നതാണ്. അദ്ദേഹത്തെയും മെല്ലെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സ്ഥലം. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ആന്റണി ഡൽഹിയിലാണ്, വയലാർ രവിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു പൊതു നേതൃത്വം, അതിപ്പോൾ 1 2 അല്ലല്ലോ, 2 3 പേരടങ്ങുന്ന ഒരു പൊതു നേതൃത്വം. അതിനകത്ത് ഒരുപക്ഷെ നാളെ രമേശിനോടൊപ്പം മുരളി ഉണ്ടാവാം, അല്ലെങ്കിൽ KC വേണുഗോപാൽ ഉണ്ടാവാം. അങ്ങനെ പുതിയ താരങ്ങളൊക്കെ വരും. ഇത് ഈ പറഞ്ഞതുപോലെ ഇവർ കുറച്ച് പേരുടെ കയ്യിൽ ഇരിക്കേണ്ടതല്ലോ, പുതു താരങ്ങൾ വരട്ടെന്നേ. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും കോൺഗ്രസിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ താരങ്ങൾ ഉദിച്ചു വരികയാണ് വാസ്തവത്തിൽ. അവിടെ ശ്രീ ജയശങ്കർ, ഇപ്പോൾ ഈ സർക്കാരിനെ മറിച്ചിടുക എന്നതിനർത്ഥം അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി അങ്ങനെ അധികാരത്തിലേക്ക് മടങ്ങി വരാമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാൽ ഈ നേതൃനിരയിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണോ? പല ഘട്ടത്തിലും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വിമാനം കയറി ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആയ, ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അത്തരം പുതിയ ആളുകളുടെ ഒരു വരവും കൂടി ഇപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് സംഭവിക്കുന്നില്ലേ? മറുഭാഗത്ത് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് മത്സരിക്കരുത് എന്ന് K സുധാകരൻ പറഞ്ഞു. അങ്ങനെ ഒരു സാധ്യത ഇല്ലെങ്കിൽ പോലും അത് എടുത്തു പറയാൻ സുധാകരൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ജയിക്കുന്ന സാധ്യതയുള്ള മണ്ഡലങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന നിലയിൽ ഒരു പുതിയ പരീക്ഷണം, ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായ പരീക്ഷണമൊക്കെ ഇത്തവണ കോൺഗ്രസ് നടത്തും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സ്ഥാനാർത്ഥി നിർണയത്തിൽ? അതിപ്പോൾ പാലക്കാടായാലും അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ ആറ്റിങ്ങൽ, മറ്റു മണ്ഡലങ്ങൾ, പല മണ്ഡലങ്ങൾ ആ രൂപത്തിൽ കിടക്കുന്നുണ്ട്. ഇടുക്കി ജോയ്സ് ജോർജ് ഈ പറഞ്ഞ പോലെ സിറ്റിംഗ് MP ആണ്. അവിടുത്തെ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള സ്വാധീനം ജോയ്സ് ജോർജിനുള്ള സാഹചര്യം. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു ശൈലി ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇത് രണ്ട് ചോദ്യമാണ്. ശ്രീ വേണുഗോപാലിൻ്റെ ഉയർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കേരള രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് വളരെ ഉയർച്ചയുണ്ടായ ഒരു നേതാവാണ് വേണുഗോപാൽ. അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ വരുന്ന 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ വേണുഗോപാൽ വിമാനം ഇറങ്ങുമെന്ന് അതിനൊന്നും സാധ്യത വളരെ കുറവാണ്. കാരണം വേണുഗോപാൽ ഉമ്മൻചാണ്ടിയുടെയൊക്കെ അടുത്ത തലമുറയിൽപ്പെട്ട നേതാവാണ്. മാത്രവുമല്ല ഇവിടെ നിന്ന് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാനാണ് സാധ്യത. അത് രമേശാകാം, മറ്റാരെങ്കിലും ആകാം. പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലേക്ക് രമേശിന് കൂടിയ സാധ്യതയുണ്ട്. ഇനി രമേശ് അടുത്ത ഘട്ടത്തിലാണ് ഒരു മാറ്റം, ഇടയ്ക്ക് വെച്ചൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞ പോലെ ആര് വേണമെങ്കിലും വരും. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു പ്രവചനവും നടത്താൻ കഴിയുകയില്ല. അത് ഹൈക്കമാൻഡിൻ്റെ താല്പര്യവും കൂടി അതിൻ്റെ അകത്ത് വരും എന്നുള്ളതുകൊണ്ട് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആളാവുന്നില്ല, MLA-മാരിൽ ഭൂരിപക്ഷമുള്ള ആളായിക്കൊള്ളുന്നില്ല. മറ്റ് പല താല്പര്യങ്ങളും പല പരിഗണനകളും ആ സന്ദർഭത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലൊരു പ്രവചനം ഈ ഘട്ടത്തിൽ നടത്തുന്നത് ശരിയല്ല. സുരേഷ് തണ്ടിക്കുട്ടി പറഞ്ഞ പോലെ 2.5 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല, വളരെ ചെറിയ കാലയളവല്ല. തീർച്ചയായിട്ടും ഒരു വലിയ രാഷ്ട്രീയത്തിൽ. രണ്ടാമത്തെ ചോദ്യം സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചോളം അതെ രാഷ്ട്രീയത്തിൽ വളരെ നമുക്ക് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തെ കാര്യം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താതെ ഒരു രക്ഷയുമില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിന് UDF മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളിൽ പോലും വിജയിക്കണമെങ്കിൽ
ശക്തരായ സ്ഥാനാർത്ഥികളുണ്ടാവണം, നല്ല രീതിയിൽ പ്രചരണം നടത്തണം, ജനങ്ങൾക്ക് സമ്മതരായ സ്വീകാര്യരായ ആളുകൾ. ഞാനതാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ടീമിന് ഒരു ഉത്തേജനം കിട്ടും. അതേസമയത്ത് മറ്റു സ്ഥാനാർത്ഥികളും നല്ലതായിരിക്കണം. പ്രത്യേകിച്ച് വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ വളരെ ഉത്സാഹികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ മത്സരിപ്പിക്കണം. ഇപ്പോൾ പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ, ആ മണ്ഡലം ഒരുപാട് കാലമായിട്ട് കോൺഗ്രസ് ജയിക്കാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നല്ല മത്സരം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുപോലെ ഈ സംവരണ സീറ്റുകൾ, പ്രത്യേകിച്ച് ആലത്തൂരും അതുപോലെ ഇപ്പോൾ മുല്ലപ്പള്ളി മത്സരിക്കാത്ത വടകര മണ്ഡലം. വടകര എന്ന് വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഈ വടകര എന്ന് പറഞ്ഞത് CPM-ന്, അതായത് ഇടതുപക്ഷത്തിന് ഏറ്റവും ഉറച്ച മണ്ഡലമാണ്. ഏറ്റവും ഉറച്ച മണ്ഡലം വടകര, അത് കഴിഞ്ഞ് കോഴിക്കോട്, അത് കഴിഞ്ഞ് കാസർഗോഡ്, അത് കഴിഞ്ഞ് പാലക്കാട്, കണ്ണുവെക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ, അത് കഴിഞ്ഞ് കൊല്ലം. അതാണ് സുധാകരൻ്റെ കാര്യം എനിക്കറിയില്ല. അദ്ദേഹം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം വലിയൊരു ഓളം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളെ, പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. സുധാകരനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അത് കണ്ണൂർ വടകരയിൽ മാത്രമല്ല, നമ്മുടെ എറണാകുളം ജില്ലയിൽ പോലും ധാരാളം ആളുകൾ സുധാകരൻ ഒരു ശക്തനായ നേതാവാണ്, അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇപ്പം കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിലെ നിരന്തരമായ തോൽവി വിന്നബിലിറ്റി ഇല്ലാതാക്കുന്നില്ലേ? അതെങ്ങനെ കാണാതെ പോകാനാവും അഡ്വക്കേറ്റ് ജയശങ്കർ? അല്ല, അദ്ദേഹം മത്സരിക്കുന്നത് വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിലാണല്ലോ, അതുകൊണ്ടാണല്ലോ തോറ്റത്. കഴിഞ്ഞ തവണ തന്നെ ശ്രീമതി ടീച്ചർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വോട്ട് വ്യത്യാസം വളരെ കുറവായിരുന്നു. ചെറിയ വ്യത്യാസത്തിലാണ് ശ്രീമതി ടീച്ചർ ജയിച്ചത്. അതിന് മുമ്പ് അദ്ദേഹം ജയിച്ചപ്പോഴും അത്ര വലിയ മെജോറിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം മണ്ഡലം കണ്ണൂരാണ്, വലിയൊരു ഇടതുപക്ഷ കോട്ടയിലായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടോ ഇല്ലോ എന്നുള്ളതല്ല. പക്ഷേ സുധാകരനെ ആരാധിക്കുന്ന കോൺഗ്രസ്സുകാർ ധാരാളം പേരുണ്ട്, അദ്ദേഹത്തിൻ്റെ കട്ടൗട്ട് വയ്ക്കുന്നവരുണ്ട്. വർക്കിംഗ് പ്രസിഡന്റ് സുധാകരനും പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ച ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഞാൻ ധാരാളമായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആരാധകരൊക്കെ ഒരുപാടുള്ള ആളാണ്. കാരണം വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പോലത്തെ രമേശിൻ്റെ പോലത്തെ രാഷ്ട്രീയമല്ല. അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായ പോരായ്മകളും ഉണ്ടാവും. എന്നാൽ പോലും സുധാകരൻ എന്ന് വെച്ചാൽ നമുക്ക് പകരം വെക്കാനില്ലാത്ത ഒരു നേതാവാണ്. സുധാകരനെ പോലെ സുധാകരൻ മാത്രമാണ്. ശ്രീ സണ്ണിക്കുട്ടി, ഈ കാര്യത്തിൽ ഇപ്പോൾ ഫെബ്രുവരി 20-നുള്ളിൽ സ്ഥാനാർത്ഥികളെല്ലാം ആകുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളാണ് KPCC പ്രസിഡന്റ്. ആ നിലയിൽ അദ്ദേഹം ഒരു ഫെബ്രുവരി 20 ചലഞ്ച് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അതിൽ അനിഷ്ടം സീറ്റ് വിഭജനവും സീറ്റ് ധാരണയും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെയായി എന്ന് ഇന്നലെ വരെ പറഞ്ഞയാളാണ് KPCC പ്രസിഡന്റ്. KPA മജീദ് ലീഗ് അതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവ് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കമാൻഡ് എല്ലാം തീരുമാനിക്കുമെന്ന് പറയുമ്പോഴും പക്ഷേ പ്രസിഡന്റ് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ LDF-ന് വലിയ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമടക്കം കണ്ണൂരായാലും കാസർഗോഡായാലും MA ഷാനവാസ് ഒഴിവ് വന്ന ഈ വയനാട് സംവരണ മണ്ഡലങ്ങൾ, ആലത്തൂരും ആറ്റിങ്ങലും അടക്കം ഇടുക്കി തിരിച്ചുപിടിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്ന് പറയുന്ന ഒരു പരമ്പരാഗത ശൈലി കൊണ്ട് കോൺഗ്രസിന് ഇത്തവണ രക്ഷപ്പെടാനാകുമോ? ശരത്ത്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ABP സർവേ. 16 സീറ്റിൽ UDF ജയിക്കുന്നൊരു സർവേ, LDF-ന് 4 സീറ്റ് ലഭിക്കുന്ന സർവേ ഇപ്പോൾ News 18 സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എത്രത്തോളം ശരിയാകും എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയം പോലുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ പോലുള്ള കാര്യങ്ങളിൽ മുമ്പത്തെ തിരഞ്ഞെടുപ്പുകളേക്കാൾ എനിക്ക് തോന്നുന്നു ഒരുപടി മുമ്പിലാണ് ഇപ്പോൾ UDF എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 20-നകം ഒരു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാമെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഏതാണ്ട് കഷ്ടി ഒരു മാസത്തോളം ഉണ്ട്, ഒരു മാസം മിനിസം ഉണ്ട്. അത് 20-നകമൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഏതാണ്ട് ധാരണയായി എന്ന് പറയുന്ന മുല്ലപ്പള്ളിയുടെ ഒരു പ്രസ്താവന. ഇന്ന് മജീദ് അതിനെതിരായിട്ടുള്ളൊരു പ്രസ്താവനയായിട്ട് പറഞ്ഞില്ല, പക്ഷേ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് മജീദിൻ്റെ ഒരു പ്രസ്താവന വരുന്നു. രമേശ് ചെന്നിത്തലയും ഇന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ധാരണയായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഉഭയകക്ഷി ചർച്ചകൾ ഇനി നടക്കാനുണ്ട്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ധാരണയായിട്ടില്ല. 2 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, അവർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ധാരണയായിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് ലഭിച്ചൊരു വിവരം, അത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, മുല്ലപ്പള്ളി അങ്ങനെ ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചത് ഈ ബയോഡേറ്റയുമായി വരുന്ന ആളുകളുടെ വലിയൊരു ബാഹുല്യം എല്ലാ മണ്ഡലങ്ങളിലും, കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഒരു സ്ഥാനാർത്ഥി മോഹികളുടെ ഒരു വലിയ നിര പ്രതീക്ഷിച്ചതിനേക്കാൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ഒരു ലിമിറ്റേഷൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വലിയ തോതിൽ
ആലപ്പുഴ, എറണാകുളം, ചാലക്കുടി, തൃശ്ശൂർ എല്ലാ മണ്ഡലങ്ങളിലും വലിയൊരു നിര നിൽക്കുന്നു. അപ്പോൾ അതിനൊരു തടയിടാൻ ഇതിനൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലൊക്കെ ഒരു ധാരണയായിട്ടുണ്ടെന്ന് പറഞ്ഞതിനപ്പുറത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുത, അങ്ങനെ ഒരു ചർച്ച, ഉഭയകക്ഷി ചർച്ചയാവട്ടെ, പിന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി ബോർഡ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷൻ കമ്മിറ്റി പോലും ആയിട്ടില്ല, മറ്റ് പ്രചാരണ കമ്മിറ്റിയൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ കമ്മിറ്റികൾ പോലും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഔദ്യോഗിക തരത്തിലുള്ള ഒരു ചർച്ചകളായിട്ടില്ല. പക്ഷേ ഒരു ധാരണയായി എന്ന് പറഞ്ഞത് ഒരു വളരെ അനൗപചാരികമായ ചില മണ്ഡലങ്ങളെക്കുറിച്ച് അനൗപചാരിക, ഇപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടി മത്സരിക്കും എന്നൊക്കെ പറയുന്നതുകൊണ്ടൊരു ധാരണയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കൃത്യമായ ഒരു ധാരണയായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് പിന്നെ KPC പ്രസിഡന്റ് പറഞ്ഞത് ഈ വലിയ സ്ഥാനാർത്ഥി മോഹികളുടെ പിന്നെ ഒരു വലിയ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് അവരെ ഒന്ന് മയപ്പെടുത്താൻ പറഞ്ഞതിനപ്പുറത്ത് ഇതിപ്പോൾ രമേശ് പറഞ്ഞതും മജീദ് പറഞ്ഞതുമാണ് ശരി, അതിന്മേലൊരു ധാരണയായിട്ടില്ല, ചർച്ചകൾ നടക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ ഫെബ്രുവരി 20 എന്ന് പറഞ്ഞാൽ ഒരു ബാലികേറ മലയൊന്നും ആവുന്നില്ല. വേണമെങ്കിൽ അതിന് മുമ്പ് കോൺഗ്രസിനെ തീരുമാനിക്കാവുന്നതുകൊണ്ട് ലീഗിൻ്റെ 3 സീറ്റുകളുടെ ആവശ്യം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇവർക്കൊക്കെ അറിയാവുന്നേ, കൃത്യമായിട്ട് അറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അറിയാം. നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ലീഗ് സമസ്തയുടെയും സമസ്ത ആവശ്യപ്പെടുന്നു, ലീഗിൻ്റെ പിന്നെ യൂത്ത് വിങ് ആവശ്യപ്പെടുന്നു 3ാമതൊരു സീറ്റ്. ഇവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമുള്ളത്, ഇപ്പോൾ തന്നെ കേരളം ഒരു ഹിന്ദു വർഗീയത ഇങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ പിന്നെ 5ാം മന്ത്രി സ്ഥാനം പോലെ ഒരു വിവാദം ഉണ്ടാക്കുകയാണെങ്കിൽ അത് UDF എത്രത്തോളം ദോഷം ചെയ്യും, കേരളത്തിൽ തന്നെ എത്രത്തോളം ദോഷം ചെയ്യുമെന്നൊക്കെ ലീഗിൻ്റെ നേതാക്കൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ 2ാമത്തെ സീറ്റിലുള്ള വാദം ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. സുധാകരനും പറഞ്ഞിട്ടുള്ളതാണ്, പരിഹരിക്കും. റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് ഒന്ന് വരാം, ഒരല്പസമയം കൂടി ചർച്ചയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്കളിലേക്ക് വേഗം ഒരു തവണ കൂടി വരാം. മറ്റു ചില തിരക്കുകൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നതുമാണ്. ജ്യോതികുമാർ ചാമക്കാല വളരെ വൈകിയാണെങ്കിലും ചർച്ചയിലേക്ക് വന്നതുകൊണ്ട് ഇടവേളയിലേക്ക് പോകും മുമ്പ്, ജ്യോതികുമാർ, ഘടകകക്ഷികളുടെ ചോദ്യമൊക്കെ എല്ലാവർക്കും ചോദിക്കാം, പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അധികമായി ഒരു സീറ്റും കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ആ ധ്വനിയിൽ ഇന്ന് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളോ ഇലക്ഷൻ കമ്മിറ്റികളോ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞല്ലോ ഒന്നും ചേർന്നിട്ടില്ല, ആലോചിച്ചിട്ടില്ല. പക്ഷേ KPC പ്രസിഡന്റ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 20-ന് അകം സ്ഥാനാർത്ഥികളാകും. അത് ഈ സ്ഥാനാർത്ഥി മോഹികളെ ഒന്ന് തണുപ്പിക്കാനും ബയോഡേറ്റയുമായി വരുന്നത് കുറയ്ക്കാനും വേണ്ടിയുള്ള മുല്ലപ്പള്ളിയുടെ അടവാണോ? അതിനെ അങ്ങനെ കാണേണ്ടതില്ല. കാരണം 20 എന്ന് പറയുമ്പോൾ ഇനിയും നമുക്ക് ഇഷ്ടംപോലെ ദിവസമുണ്ട്, ഒരു മാസത്തോളം അടുപ്പിച്ചുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, ഈ ഉഭയകക്ഷി ചർച്ചയെ സംബന്ധിച്ച് അതിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുണ്ട്. UDF-ന്റെ കൺവീനറെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. ഇതിൻ്റെ വീണ്ടും UDF ചേരേണ്ടതായിട്ട് വരും. ഏതായാലും ഒരു കാര്യമുണ്ട്, വളരെ കൃത്യമായി, വളരെ മുൻകൂട്ടി, വളരെ കരുതലോടുകൂടി തന്നെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി KPC പ്രസിഡന്റിനോട് വിയോജിക്കുകയാണ് ലീഗ് ചെയ്തത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ചുമൊക്കെ ജ്യോതികുമാർ, അവരെല്ലാം പരസ്യമായി വിയോജിക്കേണ്ടി വരുന്നു KPCC പ്രസിഡന്റിന്റെ ഈ ഓവർ സ്പീഡ് കണ്ടിട്ട്. അല്ല, അങ്ങനെയല്ല. KPCയുടെ മാത്രമല്ലല്ലോ, ഇപ്രാവശ്യം നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച്, കേന്ദ്രത്തിൽ UPA സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതുണ്ട് എന്ന് ദേശീയ നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി അവസാനത്തോടുകൂടി തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം എന്നാണ് മുതിർന്ന നേതാവ് ശ്രീ A. K. ആന്റണി ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അത് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത KPC യോഗത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഏതായാലും ഫെബ്രുവരി അവസാനത്തോടുകൂടി തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഈ പോരാട്ട ഭൂമിയിലേക്ക് വരത്തക്ക രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജ്യോതികുമാറിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, നിലവിലെ ഫൈറ്റിൽ സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ആലോചിക്കാൻ കഴിയുന്നതാണോ? അല്ല, ഇവിടെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് എന്നെ കൊണ്ടുവന്ന് ഇതിനകത്ത് കുഴി ചടിക്കരുത്. ഇതിനകത്ത് കൃത്യമായുള്ള കാര്യം, വ്യക്തിപരമായ അഭിപ്രായത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ശരത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അല്ല, തീരുമാനം വരുമ്പോൾ അല്ല, എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഈ ന്യൂസ് 18 വന്നിരുന്നല്ലോ പറയേണ്ടത്. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഫോറമുണ്ട്, എനിക്ക് പറയാൻ പാർട്ടിയുണ്ട്, പാർട്ടിയിൽ നേതാക്കന്മാരുണ്ട്. ആരോടാണ് പറയേണ്ടത് വെച്ചാൽ എനിക്ക് പറയാം. പക്ഷേ അത് വന്ന് ചാനലിൽ പറയുന്ന ഒരു ഉത്തരവാദിത്വമുള്ള കോൺഗ്രസ് പ്രവർത്തനെ സംബന്ധിച്ച് യോജിച്ചതല്ല. തീർച്ചയായും അതൊന്നും കമന്റ് ചെയ്യേണ്ട വിഷയങ്ങളല്ല. യൂത്ത് ലീഗ് പരസ്യമായി ഉന്നയിച്ചതുകൊണ്ടാണ് ആ ചോദ്യം. യൂത്ത് ലീഗ് പരസ്യമായിട്ടാണ് ചോദിച്ചത്, UDF യോഗത്തിൽ വന്നല്ല ചോദിച്ചത്. ശരത്ത്, ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. അല്ലല്ല, ഞാനൊരു കാര്യം പറയട്ടെ.
ഇവിടെ UDF-ന്റെ ഘടകകക്ഷികൾക്ക് അവരുടെ ഡിമാൻഡ് വെക്കാറുണ്ട്, പലരും പലതും ആവശ്യപ്പെടാറുണ്ട്. നമുക്കറിയാമല്ലോ, UDF-ൽ ഞങ്ങൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന് പല കക്ഷികളും പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പുറത്ത് വന്നിട്ടുണ്ട്, ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. ജോസ് കെ മാണി ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, അതൊരു ഓരോ പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ച് കെട്ടുറപ്പോടി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. UDF അത് ഒറ്റക്കെട്ടായി തീരുമാനിക്കും. ഇതിനകത്ത് ഒരു തർക്കത്തിനും ഇട കൊടുക്കാതെ ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാവും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവും പൂർത്തിയാവും. ഞാൻ ജ്യോതികുമാറിലേക്കും ജയശങ്കറിലേക്കും ശ്രീ സണ്ണിക്കുട്ടിയിലേക്കും വേഗം മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള. പ്രൈം ഡിബേറ്റിലോട് തുടരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഘടകകക്ഷികളുടെ സീറ്റ് പിടിച്ചെടുക്കുന്ന പതിവില്ല, അങ്ങനെ ചെയ്യില്ല. കോട്ടയത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കോട്ടയം അങ്ങനെ ഏറ്റെടുത്ത് ഇന്നത്തെ രാഷ്ട്രീയ വർത്തമാനത്തിൽ അതിന് ഉമ്മൻചാണ്ടിക്ക് സ്കോപ്പില്ല എന്നൊക്കെ പറയാം. ആ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്ന് പറയാം. പണ്ട് പക്ഷേ ലീഗ് തിരൂരങ്ങാടി AK ആന്റണിക്ക് വിട്ടുകൊടുത്ത രാഷ്ട്രീയ ചരിത്രമൊക്കെ UDF-ൽ ഉണ്ട് താനും. ഏതായാലും ഈ ലീഗ് ഇപ്പോൾ 3-ാം സീറ്റ് ചോദിക്കുന്നു. പക്ഷേ അതിന് വലിയ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അത് മുറുക്കി പിടിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുമോ? കുഞ്ഞാലിക്കുട്ടി അത് ആഗ്രഹിക്കാനിടയുണ്ടോ, ഒരു 3-ാം സീറ്റ് ഇപ്പോൾ ചോദിക്കുക എന്ന് പറയുന്നതിനോട്? മുസ്ലിം ലീഗിന് 3-ാമതൊരു സീറ്റിലുള്ള അർഹതയൊന്നും ആരും ചോദ്യം ചെയ്തില്ല. തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ കെട്ടുറപ്പ് വെച്ച് നോക്കുമ്പോൾ, എൻ്റെ സംഘടനാ സംവിധാനം വെച്ച് നോക്കുമ്പോൾ, ആൾബലം അനുസരിച്ച് നോക്കുമ്പോൾ ഒരു സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ശ്രീ സണ്ണിക്കുട്ടി ഇവിടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ച പോലെ അത് ഈ ഇന്നിപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. ഒരു സീറ്റ് ചോദിക്കലല്ല, ഒരു സീറ്റ് കൊടുക്കൽ. ആവശ്യപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഒരു സീറ്റ് നിർബന്ധമായി ചോദിക്കുകയും ബലാത്കാരമായി ഒരു സീറ്റ് വാങ്ങിച്ചെടുക്കുകയും ചെയ്താൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ മോശമായിരിക്കും. അത് UDF-ന്റെ മൊത്തത്തിലുള്ള വിജയസാധ്യത ബാധിക്കും. ഒരുപക്ഷെ ലീഗ് ചോദിച്ചു വാങ്ങിക്കുന്ന സീറ്റിൽ ലീഗ് ജയിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അത് കോൺഗ്രസിൻ്റെ മറ്റ് പല സ്ഥാനാർത്ഥികളുടെയും വിജയസാധ്യതയെ ഗണ്യമായി ബാധിക്കും എന്ന് മാത്രമല്ല, വളരെ വളരെ അനഭിലഷണീയമായ ഒരു ഫലപ്രഖ്യാപനത്തിൽ ചെന്ന് അവസാനിക്കാനുള്ള സാധ്യത. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനുമായ മൊയ്നലി ഫേസ്ബുക്കിൽ എഴുതിയത് അധികാരത്തിലെത്തിയാൽ ലഭിച്ചേക്കാവുന്ന മന്ത്രിസ്ഥാനത്തിനു വേണ്ടി കൂടുതൽ സീറ്റുകൾ ചോദിക്കാതിരിക്കരുത് എന്നാണ്. അതിൽ ചില ഒളിയമ്പുകളുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ ഉദ്ദേശിച്ചാണ് ആ എഴുത്ത്. ദുസ്സൂചനകൾ അല്ല, അതൊക്കെ ഇപ്പോൾ ഈ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന പാർട്ടികളിൽ ഇങ്ങനെ പല ഒളിയമ്പുകളും തെളിയമ്പുകളും ഒക്കെ വരും. അതൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഇപ്പോൾ ഈ തങ്ങൾ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു ഒളിയമ്പ് ചെയ്തെന്ന് വെച്ചാൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം അതൊക്കെ അങ്ങ് അവഗണിക്കും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ആ പാർട്ടിക്ക് ഒരു ദൗത്യമുണ്ട്, അതിനൊരു പ്രാധാന്യമുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കൽ ശ്രീ K കരുണാകരനുള്ള സമയത്ത് സണ്ണിക്കുട്ടിക്ക് ഓർമ്മയുണ്ടാവും, 91-ലോ 96-ലോ ഞാൻ ഓർക്കുന്നില്ല, മുസ്ലിം ലീഗിന് കാസർഗോഡ് സീറ്റ് അദ്ദേഹം ഓഫർ ചെയ്തതാണ്. അന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ആ സീറ്റ് ഞങ്ങൾക്ക് വേണ്ട. കാരണം കാസർഗോഡ് കോൺഗ്രസ് മത്സരിക്കുന്ന പോലെയല്ല, മുസ്ലിം ലീഗ് മത്സരിച്ചാൽ അത് മറ്റു തരത്തിലുള്ള അനപലഷണീയമായ ഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ സീറ്റ് മുസ്ലിം ലീഗിന് വേണ്ട. മുസ്ലിം ലീഗ് 2 സീറ്റ് കൊണ്ട് തൃപ്തരാണ്. ഞങ്ങൾക്ക് 2 സീറ്റ് മതി, ഞങ്ങൾ കൊള്ളാവുന്ന ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നു. അതാണ് പ്രധാനം. മുസ്ലിം ലീഗിന് വേണ്ടി പോകുന്ന ആളിപ്പോൾ 2 പേരിൽ 3 പേര് അവിടെ ചെന്നാലും അത്ര അധികം കാര്യങ്ങളൊന്നും ചെയ്യാനില്ലെന്ന് നമുക്കറിയാം. അവർ പറയാനുള്ള കാര്യങ്ങൾ നല്ല ഫലപ്രദമായി പറയാൻ കഴിവുള്ള ആളുകളെ അങ്ങോട്ട് അയക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിപ്പോൾ PK ഫിറോസ് ആയാലും ശരിയാണ്, ET മുഹമ്മദ് ബഷീർ ആയാലും ശരിയാണ്, കുഞ്ഞാലിക്കുട്ടി ആരായാലും കുഴപ്പമില്ല. നല്ല ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോകുന്ന ഡൽഹിക്ക് പോകുന്ന പലരും സമയത്ത് അവിടെ ചെല്ലാറില്ലെന്നുള്ള ആക്ഷേപമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ കൃത്യസമയത്ത് ചെന്നാൽ മാത്രം പോരല്ലോ, അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ. അവിടെ നടക്കുന്ന കലാപരിപാടി എന്താണെന്ന് മനസ്സിലാക്കുകയും അവിടെ കൃത്യമായ അഭിപ്രായം പറയുകയും ചെയ്യണം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രബല രാഷ്ട്രീയ കക്ഷിയാണ്. പക്ഷേ കേന്ദ്ര രാഷ്ട്രീയത്തിൽ, അതിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ അത്ര വലിയ പ്രസക്തിയില്ലെന്ന് പറയുമ്പോഴും ഈ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള പരിതാവസ്ഥയെക്കുറിച്ച് ഫലപ്രദമായി സംസാരിക്കുന്നവരായിരുന്നു സുലൈമാൻ സേട്ടുവും ബനാത്ത് വാലയും. അവരുടെ പഴയ പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുക. ബനാത്ത് വാലയ്ക്ക് സംസാരിക്കാൻ 2 മിനിറ്റേ കിട്ടുകയുള്ളൂ. പക്ഷേ ആ 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിയുടെ കാര്യമല്ല പറയുന്നത്. അദ്ദേഹം ഈ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷം അനുഭവിക്കുന്ന ആവശ്യകതകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട്, വളരെ ഷാർപ്പായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുമായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും അനുകരണീയരായ അംഗങ്ങളിൽ ഒരാളായിരുന്നു ബനാത്ത് വാല. അന്ന് ഇന്നത്തെ പോലത്തെ മെമ്പർമാരൊന്നുമല്ല. സോമനാഥ് ചാറ്റർജി, ഇന്ദ്രജിത്ത് ഗുപ്ത, ജോർജ് ഫെർണാണ്ടസ്, അടൽ ബിഹാരി വാജ്പേയി ഒക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ബനാത്ത് വാലയുടെ പ്രസംഗം സ്പീക്കറും മറ്റംഗങ്ങളും വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അദ്ദേഹം അത്രയും ഗംഭീരനായ ഒരു പാർലമെന്റേറിയനായിരുന്നു. അതിനു മുമ്പ് സുലൈമാൻ സേട്ടുവും ആ രീതിയിൽ തന്നെയായിരുന്നു. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഇപ്പോൾ
ഈ പറഞ്ഞ നിലയിൽ നേരത്തെ താങ്കൾ പറഞ്ഞു ഈ സീറ്റ് മോഹികളെ ഒന്ന് തടുത്തു നിർത്താൻ വേണ്ടിയൊക്കെയാണ് മുല്ലപ്പള്ളി അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചതെന്നാണ്. ഒരു പൊളിറ്റിക്കൽ ഫോറത്തിലും ചർച്ച ചെയ്യാതെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് എനിക്കത് പറയാനാവില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മുല്ലപ്പള്ളി ഇരിക്കുന്നത് അതുപോലൊരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തല്ലേ എന്ന് തോന്നിപ്പോകും. പബ്ലിക്കായി ഉമ്മൻചാണ്ടിയുടെ പേര് ആദ്യമായി ഈ പറഞ്ഞ ഒരു ചർച്ചയും വരാതെ തന്നെ അന്തരീക്ഷത്തിലേക്ക് എടുത്തിട്ടയാൾ KPCC പ്രസിഡന്റ് തന്നെയാണ്. ഇതാണ് ഇതിലെ ഒരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഓരോ മണ്ഡലങ്ങൾ എടുത്താൽ ഇപ്പോൾ കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ, ആറ്റിങ്ങൽ പോലെയൊക്കെയുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതുവരെ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി നിർണയമൊക്കെ കോൺഗ്രസ്സിന് സാധ്യമാകും എന്ന് കരുതാമോ? അതുപോലെ തന്നെ സിറ്റിംഗ് MP-മാർ അവർക്ക് സീറ്റ് ലഭിക്കുന്ന നല്ല സാഹചര്യം ഇത്തവണ കോൺഗ്രസിൽ കാണുന്നുണ്ടോ? ശരത്തതിന് മുമ്പ് സാന്ദർഭികമായിട്ട് ഇപ്പോൾ ഇവിടെ ജയശങ്കർ ബനാത്ത് വാലയും പിന്നെ ഇബ്രാഹിം സുലൈമാൻ സേട്ടും 2 അംഗങ്ങൾ ലോക്സഭയിലെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അനുഭവം, ഞാൻ ലോക്സഭയിലുള്ളപ്പോൾ അവിടെ ഡൽഹി പ്രവർത്തിക്കുമ്പോൾ സാന്ദർഭികമായിട്ട് പറയാണ്, ജയശങ്കർ അത് പറഞ്ഞുകൊണ്ട് പറയാണ്, ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ഉച്ച കഴിഞ്ഞൊരു സമയത്ത് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല്, രാജീവ് ഗാന്ധിയാണ് അന്ന് പ്രധാനമന്ത്രി, ഒരു ബില്ല് സഭയിൽ വരുന്നു. അത് മുസ്ലിം സമൂഹത്തിന് അത്ര സ്വീകാര്യമായ ഒന്നായിരുന്നില്ല. ഈ 2 MP-മാർ ജയശങ്കർ പറഞ്ഞ പ്രഗത്ഭരെല്ലാം, ജോർജ് ഫെർണാണ്ടസ് ഒഴികെയുള്ള സകല പ്രഗത്ഭരും അന്ന് സഭയിലുള്ള സമയത്താണ് ഈ 2 MP-മാർ നടത്തിയ ഒരു പ്രകടനം. ഈ 2 പേര് അന്ന് വേറെ അവരെ പിന്തുണയ്ക്കാൻ വേറെ ആളുകളാരുമില്ല. ആ ബില്ല് അവർ ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് ബില്ല് വലിച്ചു കീറി ആ ബില്ല് ഡ്രോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, മുസ്ലിം സമൂഹത്തിന് ഹിതകരമല്ലാത്ത ആ ബില്ല് പിന്നെ പിൻവലിക്കാൻ നിർബന്ധിതമാക്കുന്ന രീതിയിലേക്ക് ഈ 2 അംഗങ്ങൾ മാത്രം നടത്തിയൊരു പ്രകടനം ഞാനിപ്പം സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു ചർച്ചയും കൂടാതെ മുല്ലപ്പള്ളി പറയുന്നു. ശരത്തെ അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഓരോന്നും നടക്കുന്നത്. അല്ലാതെ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ഹൈക്കമാൻഡ് അങ്ങനെ അതൊന്ന് എടുത്തിടുക, അത് അന്തരീക്ഷത്തിലേക്ക് ആ പേര് ഒന്ന് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ അത് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ആദ്യം ക്യാമ്പയിനെ കുറിച്ച് ചോദിച്ചത്. അല്ല, ഞാൻ ഏത് ക്യാമ്പയിനെ കുറിച്ച്? ഉമ്മൻചാണ്ടിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പുതിയ ക്യാമ്പയിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചത്. അതെ, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇപ്പം പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറി ആക്കിയതുപോലെ പ്രഖ്യാപിക്കാമല്ലോ. അത് ഒരു അന്തരീക്ഷത്തിലേക്ക് എറിയുന്നു, ആ പേരിടുന്നു, അത് ചർച്ച ചെയ്യുന്നു, പലതരത്തിൽ ചർച്ച ചെയ്തതിന് കൂടുതൽ സ്വീകാര്യത കൊണ്ടുവരുന്നു. അതൊക്കെ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി തന്നെയാണ്. ഇവിടെ മുല്ലപ്പള്ളി ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥികളാകുമെന്ന് പറയുമ്പോൾ ഒരു ധാരണയായിട്ടുണ്ടെന്നേ പറയുന്നുള്ളൂ. ഓരോ മണ്ഡലത്തെക്കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ഒരു ധാരണയായിട്ടുണ്ടെന്നേ പറയുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പഴയ കാലങ്ങളിലെ പോലെ അത്ര ദുഷ്കരമാവില്ല. അതിപ്പം വിജയസാധ്യതയുള്ള സീറ്റാണെങ്കിലും സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്ന കാര്യമാണെങ്കിലും ഇപ്പോൾ എറണാകുളത്ത് KV തോമസ് അല്ലെ കോഴിക്കോട്ട് ഇതൊക്കെ ഉണ്ടല്ലോ, അവർ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ടും വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനമോഹികൾ ധാരാളം പേരുണ്ടാകും, സ്ഥാനാർത്ഥി മോഹികളുണ്ടായേക്കാം, പക്ഷേ തർക്കമില്ലാതെ പോകും. കാരണം ഇന്ന് ഇന്ത്യ നേരിടുന്ന വളരെ സവിശേഷമായ സാഹചര്യത്തെക്കുറിച്ച്, ഇന്ത്യ നേരിടുന്ന അപകടത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാരും ബോധവാന്മാരാണ്, ജനങ്ങളും ബോധവാന്മാരാണ്, മറ്റ് ഘടകകക്ഷി നേതാക്കളും ബോധവാന്മാരാണ്. അതിൻ്റെ ഒരു ഫലം ഈ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് വലിയ പ്രഖ്യാപനങ്ങളും വലിയ പ്രതീക്ഷകളുമാണ് സംവിധായകൻ നൽകിക്കൊണ്ടിരുന്നത്. ഒടുവിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പുകില് കണ്ടതാണ്. അപ്പോൾ ഈ തീയതി പറയുന്നു, ഇതുവരെ ഇല്ലാത്ത ശൈലിയിൽ മുന്നോട്ട് പോകുമെന്ന് ആർജവത്തോടുകൂടി KPCC പ്രസിഡന്റ് പറയുന്നു. ഒടുവിൽ ഇത് വെറും തള്ളായി പോകുമോ? ഒരു സംശയവും വേണ്ട ശരത്തെ. ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞല്ലോ, ഈ സ്ഥാനാർത്ഥി നിർണ്ണയമായാലും മുന്നണിയിലെ സീറ്റ് വിഭജനമായാലും ഒരു കാര്യമായ തർക്കവും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇത് തന്നെ ശുഭോതർക്കമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ നേരത്തെ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്? BJPയെ കുറിച്ചോ CPM-നെ കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇതൊരു ജനാധിപത്യ പ്രോസസ്സിലൂടെ തന്നെയാണ് പലപ്പോഴും ഈ കോൺഗ്രസിന്റെയും UDFിന്റെയും സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടുന്ന കാര്യം മനസ്സിലായില്ലേ? CPM നിങ്ങൾ ചർച്ച ചെയ്യത്തൂല. അല്ല ഞാൻ പറയാം അല്ല CPM തുടങ്ങിയാലും നിങ്ങൾ ചെയ്യില്ല.
ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടെ തന്നെയാണ് നടന്നു പോകുന്നത്. അത് സ്ഥാനാർത്ഥി നിർണ്ണയമായാലും ചർച്ചകളായാലും പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൻ്റെ കൂടെ അഭിപ്രായം കേട്ട് വിവിധ വേദികളിൽ ചർച്ച ചെയ്ത് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, ശ്രീ സണ്ണിക്കുട്ടി തന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സീറ്റുകളെ സംബന്ധിച്ചൊക്കെ നേതാക്കന്മാർക്ക് ഏകദേശ ധാരണകളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവർക്കറിയാമല്ലോ, ഇപ്പോൾ തിരുവനന്തപുരം സീറ്റ് എടുത്താൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ സീറ്റ് എടുത്താൽ അല്ലെങ്കിൽ കാസർഗോഡ് സീറ്റ് എടുത്താൽ അതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ, ഏകദേശ ധാരണകൾ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടാകും. ആ ധാരണകൾ ചെറിയ ഏറ്റക്കുറച്ചിലുകളാണ് ഉണ്ടാവുക. അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. ഘടകകക്ഷികൾ തമ്മിലും അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്തൊരു തർക്കത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും UDF-ഉം സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ MP-മാരെ ഉണ്ടാക്കേണ്ടത് ദേശീയ തലത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതിന് ഉതകുന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് പരമാവധി MP-മാരെ ഉണ്ടാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു. അത് പാലിക്കപ്പെടണം എന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും പാലിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനകീയമായ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസിലൂടെ ഇത്തരത്തിലുള്ള ഡയലോഗുകളിലൂടെയൊക്കെയാണ് ഇത് ഉരുത്തിരിഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയമായാലും ഞങ്ങളുടെ സീറ്റ് വിഭജനമായാലും മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുമൊക്കെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ ഉണ്ടാകുമെന്ന് മാത്രമല്ല വളരെ പ്രസന്റബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ് മറ്റു മുന്നണികളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് സീനിയേഴ്സ് ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ ഏറ്റവും നല്ല വനിതകൾ ഉൾപ്പെടെ വളരെ വ്യക്തമായി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ പ്രോസസ്സിലൂടെ നടത്തി യാതൊരു തർക്കവുമില്ലാതെ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിനകത്ത് നമ്മൾ ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി. ഞാൻ നിങ്ങളുടെ ഈ ചർച്ചയുടെ ട്രെൻഡ് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നതെന്ന് ഞാൻ കേട്ടില്ല. ഞാൻ പകുതിക്കാണ് ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വത്തിൽ AICC ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങളെ സംബന്ധിച്ച് പരമാവധി സീറ്റ് കേരളത്തിൽ നേടുക എന്നത് തന്നെയാണ് UDF-ന്റെ ലക്ഷ്യം. അതിന് ഉതകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി ആത്മവിശ്വാസമാണ് KPCC പ്രസിഡന്റ് ആയാലും ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല ആയാലും പങ്കുവെക്കുന്നത്. അവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങനെ ഒരു ആത്മവിശ്വാസം, അങ്ങനെ ഒരു പ്രതീതി രാഷ്ട്രീയമായി കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അത് മാറ്റുരയ്ക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാവും? കോൺഗ്രസ് ഈ പറഞ്ഞത് പാലിക്കണമെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പതിവ് ശൈലി വിട്ട് സ്വീകരിക്കേണ്ടി വരും? ആദ്യം തന്നെ അവർക്ക് പ്രാമുഖ്യമുള്ള സീറ്റുകളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ചു നിർത്തണം. ഉദാഹരണത്തിന് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയത്ത് മാണി ഗ്രൂപ്പാണെങ്കിൽ പോലും അങ്ങനെയുള്ള സീറ്റുകൾ. ചാലക്കുടി കഴിഞ്ഞവിടെ തോറ്റുപോയ സീറ്റാണ്. ഒരിക്കലും കോൺഗ്രസ് തോക്കാൻ പാടില്ലാത്ത സീറ്റായ ചാലക്കുടിയിൽ കോൺഗ്രസ് തോറ്റുപോയി. അങ്ങനെയുള്ള സീറ്റുകളിൽ അവർ ശക്തരായ സ്ഥാനാർത്ഥികൾ നിർത്തണം. നല്ല ഗംഭീരമായ മത്സരം കാഴ്ചവെക്കണം. അതോടൊപ്പം തന്നെ മാർജിനലായിട്ടുള്ള സീറ്റുകളിൽ അവിടെ കുറെ കൂടി കരുത്തരായ പോരാളികളെ, പറ്റുമെങ്കിൽ ചെറുപ്പക്കാരെ അവതരിപ്പിക്കണം. ഇപ്പോൾ വടകര പോലുള്ള സീറ്റുകൾ, വടകരയൊക്കെ 2 തവണ മുല്ലപ്പള്ളി ജയിച്ചെങ്കിലും അത് CPM-ലെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് ജയിച്ചാണ് നമുക്കറിയാം. കോഴിക്കോട്ട് MK രാഘവൻ പ്രബലനായ സ്ഥാനാർത്ഥിയാണ്. കോഴിക്കോട് വലിയ മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള സീറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങൾ, ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിലേക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണം. പാലക്കാട്ടേക്ക് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അത് കഴിയുന്നത്ര ഇഴവ സമുദായത്തിൽ നിന്ന് കണ്ടെത്തണം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു പ്രശ്നമുണ്ട്. തൃശ്ശൂർ പഴയ തൃശ്ശൂരല്ല, കുറേ കൂടി ഇടതുപക്ഷത്തിന് ശക്തിയുള്ള ഒരു തൃശ്ശൂരാണ്. കാരണം ഇരിങ്ങാലക്കുട മണ്ഡലം അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഇരിങ്ങാലക്കുട അസംബ്ലി സീറ്റ് പണ്ട് മുകുന്ദപുരത്തിൻ്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഇടതുപക്ഷ സ്വഭാവം കൈവന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ കുറേ കൂടി ശക്തരായ സ്ഥാനാർത്ഥി നിർത്തണം. അത് ജനങ്ങൾക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥിയായിരിക്കണം. വലിയ അഴിമതിക്കാരോ അല്ലെങ്കിൽ വളരെ ചീത്തപ്പേരുണ്ടാക്കിയ ആൾക്കാരോ അല്ലെങ്കിൽ തീരെ പുള്ളിംഗ് പവർ ഇല്ലാത്തവരോ ആയി പോകരുത്. അങ്ങനെ പ്രബലമായ ഒരു ടീമിനെ അവതരിപ്പിക്കണം. ഇപ്പോൾ 2009 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDF-ന് ഉണ്ടായ ഏറ്റവും വലിയ സൗകര്യം അതായിരുന്നു. ശക്തരായ സ്ഥാനാർത്ഥികളെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. 3 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് കൊടുത്തു. KV തോമസ് എറണാകുളത്ത് മത്സരിച്ചു, KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചു, K സുധാകരൻ അന്ന് MLA ആയിരുന്നു, എന്നിട്ട് അദ്ദേഹം കണ്ണൂർ മത്സരിച്ചു. ആ 3 പേരും ജയിച്ചു. അങ്ങനെ ആ മൊത്തത്തിലെ പാനലിന് തന്നെ വലിയൊരു മേൽക്കോയ്മ കൈവരിക്കാൻ സാധിച്ചു. പിന്നെ അന്ന് സാമുദായിക ധ്രുവീകരണം ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷക്കാർ വളരെ ശക്തമായ രീതിയിൽ UDF-ന് അനുകൂലമായിട്ട് നിന്നു. മുസ്ലിം ലീഗുകാർ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് ഊർജ്ജസ്വലമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകണം. കോൺഗ്രസ്സുകാരെ സ്വയം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ഘടകകക്ഷികളിൽ നിന്ന് പരമാവധി പിന്തുണ ആർജിക്കുകയും ചെയ്യണം. അല്ലാതെ യാതൊരു തരത്തിലും മുന്നേറാൻ കഴിയുകയില്ല. മുസ്ലിം ലീഗിന് 2 സീറ്റ് കൊടുക്കുന്നുള്ളതല്ല. മുസ്ലിം ലീഗുകാർ മറ്റെല്ലാ മണ്ഡലത്തിലും കോൺഗ്രസ്സുകാർക്ക് അനുകൂലമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കണം. മലബാർ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് വടകരയിലാണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും ഒക്കെ അത് വേണം. അല്ലാതെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുകയില്ല. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പതിവിലും കൂടുതൽ താല്പര്യം
കാട്ടുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയ ശൈലി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രതികരണങ്ങൾ മറ്റു നേതാക്കളിൽ നിന്ന് സീറ്റ് ധാരണയുടെ കാര്യത്തിൽ, മുന്നണിയിലെ സീറ്റ് ധാരണയുടെ കാര്യത്തിലും അതുപോലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിലും മറ്റു നേതാക്കളുടെ ഭാഗത്ത് നടക്കം വന്ന വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇതിനിടയിലാണ് ഉമ്മൻചാണ്ടി നിലപാട് മയപ്പെടുത്തി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്ന നിലയിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ മാറ്റം. ഈ നിലയിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയം, സ്ഥാനാർത്ഥി നിർണയവും മുന്നണിയിലെ സീറ്റ് വിഭജനവും എങ്ങനെയാണ് പൂർത്തീകരിക്കുക, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന പരിശോധനയാണ് നടന്നത്. ഇതിൻ്റെ ഭാഗമായ ചോദ്യവും FB പോളിലൂടെ മുന്നോട്ട് വെച്ചത് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായോ, അത്തരം പ്രതികരണങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യമായി വന്നത്. 53% ആളുകളും ഉമ്മൻചാണ്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം ഉറപ്പാകുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്നത്, മനസ്സിലാക്കുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, ജ്യോതികുമാർ ചാമക്കാല, KPCC സെക്രട്ടറി, ഒപ്പം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഞങ്ങളോട് സഹകരിച്ചു. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.